ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും യാത്രകളാണെന്നുള്ളതാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇന്ത്യ ആദ്യം കണ്ടു തീർക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ അബുദാബിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം വണ്ടി കയറിയത് ലേയിലേക്കാണ്. ലേയിൽ സുധീഷ് ചേട്ടൻ്റെയും ജോസ്നേച്ചിൻ്റെയും താവളത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഉച്ചയോട് കൂടിയിട്ടാണ് എത്തിയത്. സമ്മർ കാലമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ലേ കാണാൻ. നല്ല താമസിക്കാൻ നല്ല സൗകര്യമുണ്ട്. ഫുഡിൻ്റെ കാര്യമൊന്നും പറയണ്ട. പിന്നെ ഇവരുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് ഫുള്ള് റെസ്റ്റാണ്. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിക്കുന്നത്. ലേൻ്റെ പരിസര പ്രദേശങ്ങളും. കാരണം നമ്മൾ വളരെ ഹൈറ്റിലേക്കല്ല എത്തുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡും അവിടുത്തെ കാലാവസ്ഥയൊക്കെ നമുക്ക് പൊരുത്തപ്പെടണം. അങ്ങനെ ഒരു മൊണാസ്ട്രിയിൽ എത്തിയപ്പോഴാണ് അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. കേരള രജിസ്ട്രേഷൻ ഓട്ടോറിക്ഷകൾ. കൊച്ചിയിൽ നിന്ന് കുറേ വിദേശികൾ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ലേയിലെ എക്സ്പെഡീഷൻ എൻഡ് ചെയ്യുന്നു. എന്ത് മനോഹരമല്ലേ അവരൊക്കെ ട്രിപ്പ്. ഇത്തരം കുന്നിൻ്റെ മുകളിലെ മൊണാസ്ട്രികളിൽ നിന്നുകൊണ്ട് ലേൻ്റെ നഗരത്തെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. മൊണാസ്ട്രികൾക്കുള്ളിലുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ്നെസ് ഉണ്ടാവും. അത് ഭയങ്കര ഫീലിംഗ് കേട്ടോ. നമ്മളെന്തോ റിലാക്സ് ചെയ്ത പോലെയാണ്. എന്തോ നമ്മളവിടെ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ലേ ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയും. എവിടെ ക്യാമറ വെച്ചാലും സ്പോട്ടാണ്. വരുന്ന വീഡിയോയിൽ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ലേ തന്നെയുള്ള മിലിറ്ററിയുടെ ഒരു മെമ്മോറിയൽ ഹാളിലേക്കാണ് എത്തിയത്. നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു രാജ്യമാണ് നമ്മൾ. നമ്മുടെ മിലിറ്ററി എത്രത്തോളം ശക്തമാണെന്നും നമ്മളെങ്ങനെയാണ് നമ്മളെ ബോർഡറുകൾ സംരക്ഷിക്കുന്നതെന്നും നമുക്ക് ഇത്തരം മെമ്മോറിയൽ ഹാളുകൾ, ഇത്തരം മിലിറ്ററിയുടെ ഏരിയകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മളെ പുതുതലമുറ, നമ്മളെ കുട്ടികളെയും കൊണ്ടൊക്കെ ഇത്തരം അതിർത്തി ഗ്രാമങ്ങളിലൂടെ നമ്മളൊരു ടൂർ പോകണം. നമ്മളെ രാജ്യം എത്രത്തോളം ഇവിടെ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. മനോഹരമായ കാഴ്ചകൾ ഇനി വരുന്ന വീഡിയോസിലുണ്ട്. കാത്തിരിക്കുക. ലേ ഒരു സംഭവം തന്നെ കേട്ടോ.